ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ വായിച്ചു തുടങ്ങിയത് എല്ലാവരും കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതട്ടെ. കേൾക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവ്ദത്ത് പട്നായിക്. മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പുസ്തകം 7, പ്രണയലോലൻ. വ്യാസൻ ശുകനോട് പറഞ്ഞു, വനത്തിൽ രാത്രിയിൽ ഗ്രാമത്തിന് പുറത്ത് ആഭരണം ധരിച്ച സ്ത്രീകൾക്ക് അവൻ അത്രയധികം സുരക്ഷിതത്വം തോന്നിപ്പിക്കയാൽ അവർ കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലല്ലാതെ നൃത്തം ചവിട്ടി. വളർന്നു വരിക എന്ന് പറയുന്നതിന് അവനവനെ തന്നെ വിശ്വാസയോഗ്യനാക്കുക എന്നതാണെന്ന തിരിച്ചറിവ് ഈ കഥകൾ നിന്നിൽ സൃഷ്ടിക്കട്ടെ. ചന്ദ്രിക ചർച്ചിത രാത്രികളിലെ ലാസ്യനൃത്തം. മഴ കഴിഞ്ഞയുടനെ കാട് പച്ച നിറമാർന്ന് പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ ഭൂമി കഴുകുന്നതിനായി പൂവുകൾ തേൻ സ്രവിപ്പിച്ചപ്പോൾ ചന്ദ്രരശ്മികൾ യമുനയിലെ ജലം തിളക്കമാർന്നതാക്കിയപ്പോൾ ശ്യാം കാട്ടിൽ തൻ്റെ പുല്ലാങ്കുഴൽ വായിച്ചു. സൗമ്യമായ ഒരു ശബ്ദമായിരുന്നു ഗോപികമാരുടെ ഹൃദയങ്ങൾ ഇളക്കിമറിച്ചത്. ഉന്മേഷഭരിതരായി അവർ ഉണർന്നു. നിശബ്ദമായി തങ്ങളുടെ ശരീരങ്ങൾ അവർ അലങ്കരിച്ചു. കണ്ണിൽ കൺമഷി എഴുതി, പാദങ്ങളിൽ ആഭരണങ്ങൾ അണിഞ്ഞു, കഴുത്തിൽ മാലകൾ, സുഗന്ധലേപങ്ങൾ പുരട്ടി കൈകൾ. അവർ അവരുടെ വീടുകൾ, ഭർത്താക്കന്മാർ, കുട്ടികൾ, അവരുടെ പിതാക്കന്മാർ, സഹോദരന്മാർ, അങ്ങനെ എല്ലാവരെയും വിട്ട് കളിക്കുന്നതിനായി ഓടിപ്പോയി. അവരുടെ ഭീതി വിട്ടൊഴിഞ്ഞ ഹൃദയങ്ങളോടെ, യോഗിനിമാരുടേതുപോലെ അഴിഞ്ഞുലഞ്ഞു കിടന്ന തലമുടിയോടെ, കുറ്റിക്കാടുകളിലൂടെയും ഇടുങ്ങിയ കാട്ടുവഴികളിലൂടെയും തുളസിച്ചെടികളുടെ നടുവിൽ വലതുകാൽ ഇടതുകാലിൻ്റെ മുമ്പിലൂടെ കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് വശീകരിക്കുന്ന പുഞ്ചിരിയിൽ വളഞ്ഞ ചുണ്ടുകളിൽ പുല്ലാങ്കുഴൽ ചേർത്ത് ശ്യാം നിന്നിരുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. ശ്യാം പുല്ലാങ്കുഴൽ സംഗീതം ഉതിർത്തു. രാത്രി മുഴുവൻ സ്ത്രീകൾ അവന് ചുറ്റും വൃത്തമണ്ഡലങ്ങളിൽ നൃത്തം ചവിട്ടി. ഇതായിരുന്നു മഹാരസങ്ങൾ. അതിന് താളമുണ്ടായിരുന്നു, അതിന് സ്വരമാധുര്യമുണ്ടായിരുന്നു. രസം എന്നറിയപ്പെടുന്ന സൗന്ദര്യബോധമുള്ള ആനന്ദത്തിൽ അന്തരീക്ഷം കുതിർന്നു. ലോകം നിലച്ചുപോയി. ശ്യാമും ഗോപികമാരും മാത്രമേ നിലനിന്നുള്ളൂ. മധുരോദ്ധാരമായ പ്രണയത്തിൻ്റെ അവസ്ഥ അവരെ ദൈവിക ഉന്മത്തതയിൽ വരിഞ്ഞു മുറുക്കി. വീട്ടിലേക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരുടെയും സന്താനങ്ങളുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും അടുത്തേക്കും ദൈനംദിന തൊഴിലുകളിലേക്കും മടങ്ങാൻ സമയമാകുന്നതുവരെ അവർ തങ്ങളുടെ നൃത്തം തുടർന്നു. തങ്ങളുടെ രസരാത്രിക്ക് ശേഷം തങ്ങളുടെ രഹസ്യപ്രണയത്തിൻ്റെ പുഞ്ചിരികൾ ഒളിക്കുവാൻ ശ്രമിക്കുന്നതിന് അവർക്ക് വളരെ അധ്വാനം ചെലവഴിക്കേണ്ടി വന്നു. 1700 വർഷങ്ങൾ പഴക്കമുള്ള ഹരിവംശത്തിൽ മഴയ്ക്ക് ശേഷം ശരത്കാല രാത്രികളിൽ കാടുകളിൽ വെച്ച് കൃഷ്ണനും ഗോപികമാരുമൊത്തുള്ള ശൃംഗാര കേളികളുടെ കഥകളുണ്ട്. പക്ഷേ ഒരു പുല്ലാങ്കുഴലിനെക്കുറിച്ചോ വൃത്തത്തിലുള്ള നൃത്തത്തെക്കുറിച്ചോ എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ രൂപകങ്ങളെക്കുറിച്ചോ യാതൊരു പരാമർശവുമില്ല. സ്ത്രീകളാണ് അടുപ്പത്തിന് തുടക്കം കുറിക്കുന്നത്. സ്ത്രീകൾ വിവാഹിതരാണെന്നും പരാമർശമില്ല. 1500 വർഷങ്ങൾ പഴക്കമുള്ള വിഷ്ണു പുരാണത്തിൽ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കുന്നില്ല. പകരം അവൻ പാടുന്നു. സ്ത്രീകൾ അവൻ്റെ ഒപ്പം കൂടുന്നു. സ്ത്രീകൾ അലോസരപ്പെടുത്തുന്ന വീട്ടുജോലികൾ ഉപേക്ഷിച്ച് തങ്ങളുടെ കുടുംബങ്ങളെപ്പറ്റി പൂർണ്ണമായും മറന്നുകൊണ്ട് ശരത്കാല രാത്രിയിൽ അവൻ്റെ ഒപ്പം നൃത്തം വയ്ക്കുന്നതിനായി
അവൻ്റെ ചലനങ്ങൾ അനുകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് അവനെ അനുഗമിക്കുന്നു. അവരെല്ലാവരും അവൻ്റെ അരികെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരെ സൗമ്യമായി തട്ടിക്കൊണ്ട് മറ്റുള്ളവർക്കും അവന് ചുറ്റും നിന്നും തുല്യ അകലം നൽകിക്കൊണ്ട് തനിക്ക് ചുറ്റും കറങ്ങുവാൻ അവൻ അവരോട് ആവശ്യപ്പെടുന്നതുവരെ അവൻ നയിക്കുമ്പോൾ അവർ അവനെ അനുഗമിക്കുന്നു. അവർ മടങ്ങി വരുമ്പോൾ അവനെ യാദൃശ്ചികമായി സന്ധിക്കുന്നു. അവനില്ലാത്ത ഓരോ നിമിഷവും ദുരിതത്തിൻ്റെ അനന്തകാലമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഭാഗവത പുരാണത്തിലെ 10-ാം ശ്ലോകം 1200 വർഷങ്ങൾക്ക് മുൻപ് രചിച്ചതിന് രസപഞ്ചാധ്യായം എന്നറിയപ്പെടുന്ന 5 അധ്യായങ്ങളുണ്ട്. ഇവ രസമണ്ഡലം അല്ലെങ്കിൽ അനുഭൂതികരമായ അനുഭവത്തിൻ്റെ വൃത്തം എന്നുകൂടി അറിയപ്പെടുന്ന സങ്കീർണമായ വൃത്തനൃത്തമായ മഹാരസം ബ്രാക്കറ്റിൽ കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും നൃത്തം വിവരിക്കുന്നു. അതിൻ്റെ ശൃംഗാരത്തിന് ഒരു ദൈവിക അടിയൊഴുക്കുകൂടി അനുവദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ രാധയില്ല. ഒരു പ്രത്യേക ഗോപികയുണ്ട്, പക്ഷേ അവളുടെ പേരൊരിക്കലും പരാമർശിക്കുന്നില്ല. പിൽക്കാലത്ത് 800 വർഷങ്ങൾ പഴക്കമുള്ള ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം എന്ന രചനയിൽ ആണ് രാധ വരുന്നത്. മഴയ്ക്കു ശേഷം ശരത്കാലത്തിൽ വെളുത്ത പക്ഷത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസം ശാരദ പൂർണിമ ബ്രാക്കറ്റിൽ രസമണ്ഡലത്തിലെ മഹാരസം ഭക്തർ പുനഃസൃഷ്ടിക്കുന്നു. ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും തന്ത്രങ്ങളിൽ നൃത്തം ചെയ്യുന്ന യോഗിനിമാർ എന്ന ആശയമുണ്ട്. രാത്രികാലങ്ങളിൽ ഭൈരവനോ ഹേവരാജനോ വേണ്ടിയോ അവരുടെ ഒപ്പമോ നൃത്തം ചെയ്യുന്ന ശക്തിമത്തായ ഇന്ദ്രജാലത്തിൻ്റെ സൂക്ഷിപ്പുകാർ എന്ന മട്ടിൽ അവരെ ഭയപ്പെട്ടു വരുന്നുണ്ട്. യോഗിനിമാരുടെ ഈ വൃത്തനൃത്തത്തെ ശുദ്ധീകരിച്ച് ഗോപികമാരുടെ വൃത്തനൃത്തമാക്കി പരിവർത്തനപ്പെടുത്തി എടുത്തതാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 12 അവതാരങ്ങളിൽ വിഷ്ണു കൃഷ്ണന്മാരോട് പ്രണയത്തിൽ മുങ്ങിയിരിക്കുന്നവൾ ആണ്ടാൾ എന്നു പേരുള്ള ഒരു സ്ത്രീയുമുണ്ട്. തൻ്റെ നീണ്ട തലമുടിയുടെ പേരിലും മാലകൾ കെട്ടുന്നതിൻ്റെ പേരിലും അറിയപ്പെടുന്ന കൃഷ്ണനെ തൻ്റെ പ്രണയഭാജനമായി തിരഞ്ഞെടുത്തവൾ ക്ഷേത്രപുരോഹിതൻ വളർത്തിയ ഒരു അനാഥ ശിശുവായിരുന്നു അവൾ. 1000 വർഷങ്ങൾക്ക് മുൻപ് ശ്രീവില്ലിപുത്തൂരിൽ ജീവിച്ചിരുന്ന അവളുടെ കൃഷ്ണനോടുള്ള ലജ്ജയില്ലാത്ത അഭിനിവേശം അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവർ ഇപ്പോഴും അവളുടെ തിരുപ്പാവൈ, നാസിയാർ, തിരുമൊഴി എന്നീ കവിതകൾ പാടാറുണ്ട്. അവളുടെ ബഹുമാനാർത്ഥം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. വിഷ്ണു കൃഷ്ണൻ്റെ ഒരു ഭാര്യ എന്ന നിലയ്ക്കും സ്വന്തം അവകാശത്തിൽ ദൈവമായിട്ടും അവളെ കണക്കാക്കി വരുന്നു. തെക്കേ ഇന്ത്യയിലെ വിഷ്ണു കൃഷ്ണൻ ക്ഷേത്രങ്ങളിൽ പുതിയ പച്ച ഇലകൾ കൊണ്ട് പ്രത്യേകമായി കൈവേലകൾ ചെയ്തെടുത്ത് ആണ്ടാൾ തത്തകൾ ഉണ്ട്. ആണ്ടാളിൻ്റെ വിഗ്രഹത്തിൻ്റെ ഇടതു കൈയിലായി ഇവ വയ്ക്കുന്നു. തത്തകൾ പ്രണയത്തിൻ്റെ ദൈവമായ കാമൻ്റെ അടയാളങ്ങളാണ്. അവ ഗോപികമാരുടെ പ്രഭുവായ കൃഷ്ണനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അടുത്ത ഭാഗം ശ്യാം അപ്രത്യക്ഷനാകുന്നു. വൃന്ദാവനത്തിന് ചുറ്റുമുള്ള കാടുകളെ ഇപ്പോൾ മധുരവനം എന്നർത്ഥമുള്ള മധുവനം എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. കാരണം ഇപ്പോൾ വിജനപ്രദേശത്തെ ഭീതിയല്ല, സന്തോഷം മാത്രം. ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി സൗരഭ്യപൂരിതമായ വള്ളിക്കുടിലിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും സന്തോഷം. ഓരോ രാത്രിയിലും മധുരം പ്രവഹിച്ചു. പൂവുകളിൽ നിന്നുള്ള തേൻ, തേനീച്ചകളിൽ നിന്നുള്ള തേൻ, കരിമ്പിൻ ചെടികളുടെ പട്ടകൾ. ഒരു ദിവസം മഹാരസത്തിലെ ഒരു സ്ത്രീ അവളോട് തന്നെ പറഞ്ഞു, ശ്യാം എന്നെ സ്നേഹിക്കുന്നു, എന്നെ മാത്രം. മറ്റൊരു സ്ത്രീയും ഇതുതന്നെ പറഞ്ഞു. പിന്നെ മറ്റൊരുവളും. ആ രാത്രി ശ്യാം പ്രത്യക്ഷപ്പെട്ടില്ല. സ്ത്രീകൾക്ക് പുല്ലാങ്കുഴൽ നാദം കേൾക്കാമായിരുന്നു.
പക്ഷേ അവർക്ക് അവൻ്റെ സുന്ദര കളേബരമോ വശീകരിക്കുന്ന പുഞ്ചിരിയോ കാണുവാൻ സാധിച്ചില്ല. അവർ അവൻ്റെ ആലിംഗനത്തിനു വേണ്ടി കൊതിച്ചു. പക്ഷേ അവൻ്റെ യാതൊരു അടയാളവും അവിടെ എങ്ങുമില്ലായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ശ്യാം എൻ്റേതാണ്, പക്ഷേ അവൻ നിൻ്റേതും കൂടിയാണ്. രണ്ടാമതൊരു സ്ത്രീയും ഇതുതന്നെ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരുവൾ. അങ്ങനെ ശ്യാം പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീകൾ അവന് ചുറ്റും വീണ്ടും ഒരിക്കൽ കൂടി നൃത്തം ചവിട്ടി. കാരണം എല്ലാ വിശപ്പുകളും തൃപ്തിപ്പെട്ടു കഴിഞ്ഞതും എല്ലാ ഭീതികളും ആട്ടിയകറ്റപ്പെട്ടതുമായ ഒരു ലോകത്തിൽ ഉദാരമതിയാകാൻ ആവശ്യത്തിനുള്ള വിശ്വാസം ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. ആ ഉദാരമതിത്വവും വിശ്വാസവും എല്ലാ വിശപ്പും എല്ലാ ഭീതിയും ആട്ടിയകറ്റും. കൃഷ്ണൻ്റെ അപ്രത്യക്ഷമാകൽ വിരഹത്തിൻ്റെ തോന്നലുകൾ അല്ലെങ്കിൽ വിരഹഭാവങ്ങൾ ഉണർത്തുന്നു. ഭക്തിയുടെ ഒരു പ്രധാന വികാരമാണ് അത്. ആകാംക്ഷയുടെയും തയ്യാറെടുപ്പിൻ്റെയും അല്ലെങ്കിൽ ശൃംഗാരം, മുന്നറിവും സമാഗമത്തിൻ്റെ നിമിഷങ്ങളും മാധുര്യം പരിപൂരിതമാക്കുന്ന ഒന്ന്. 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന തെക്കേ ഇന്ത്യയിലെ സന്യാസിയായ അന്തകവി ബിൽവമംഗളൻ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും വാത്സല്യം, സൗഹൃദത്തിൻ്റെയും സഖ, അനുരാഗിയുടെയും ശൃംഗാരം, പ്രണയഭാജനത്തിൻ്റെയും മാധുര്യം വികാരങ്ങൾ ഉണർത്തുന്ന കൃഷ്ണകർണാമൃതം രചിച്ചു. 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ബംഗാളി യോഗാത്മക ദർശകനായിരുന്നു ചൈതന്യൻ. ഇവ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ചിന്താമണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കൊട്ടാര ഗണികയിൽ ബിൽവമംഗളൻ അങ്ങേയറ്റം ആകൃഷ്ടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോടുള്ള ആഗ്രഹത്തിന് അവളുടെ നേർക്കുള്ളതിൻ്റെ ഒരു അംശമെങ്കിലും അഭിനിവേശമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വിമോചനം അല്ലെങ്കിൽ മോക്ഷം നേടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അവൾ അദ്ദേഹത്തെ കഠിനമായി വിമർശിച്ചു. അങ്ങനെ അപമാനിക്കപ്പെട്ട ബിൽവമംഗളൻ അവളോടുള്ള തൻ്റെ ഒഴിയാബാധ പോലെ അമിതമായ മോഹം ഉപേക്ഷിച്ച് തൻ്റെ സമയം കൃഷ്ണൻ്റെ ജീവിതത്തെക്കുറിച്ച് കവിത രചിക്കുന്നതിനായി ഉപയോഗിച്ചു. അദ്ദേഹത്തിനു ശേഷം 300 വർഷങ്ങൾ കഴിഞ്ഞ് ജീവിച്ചിരുന്ന സൂർദാസിനെ പോലെ തന്നെ അയാളും അന്ധനാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഗാനാലാപനം ചെയ്തപ്പോൾ കൃഷ്ണൻ ഒരു ആൺകുട്ടിയുടെ രൂപത്തിൽ അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. മധു എന്നതിൻ്റെ അർത്ഥം തേൻ അഥവാ മധുരം എന്നാണ്. അതിനാൽ മധുവനം മധുരമുള്ള വനം ആണ്. ഇത് ഒരു ഗൂഢാർത്ഥ പ്രയോഗമാണ്. വന്യവും മെരുക്കാത്തതുമായ കാട് ഭീകരതയുടെ ഒരു ഇടമാണ്. കൃഷ്ണൻ്റെ സാന്നിധ്യം ഭയം ഇല്ലാതാക്കി അതിനെ മധുരമാക്കി തീർക്കുന്നത് വരെ. ശ്യാം എണ്ണത്തിൽ പെരുകുന്നു. അടുത്ത ഭാഗം. ശ്യാം ഒരാളായിട്ടല്ല, പക്ഷേ അനേകരായി ഒരേ സമയം തന്നെ ഒറ്റയായും എണ്ണമറ്റവരായും പ്രത്യക്ഷപ്പെട്ടു. ഓരോ ഗോപികയ്ക്കും ഓരോ ശ്യാമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അവൻ്റെ സൗന്ദര്യം നുകരുവാനും തങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് അവനെ പരിപോഷിപ്പിക്കുവാനും അനുവദിച്ചു. തങ്ങളുടെ മോഹങ്ങളും ഭീതികളും നിസ്സാരതകളും നിരാശകളും എല്ലാം അവൻ കാണുന്നതിന് അവർ അനുവദിച്ചു. ഒളിക്കുവാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല, വിശദീകരിക്കുവാനും യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഓരോരുത്തർക്കൊപ്പവും ഉണ്ടായിരുന്നു. വ്യക്തിപരമായ ആനന്ദവും ഒപ്പം മൊത്തമായ സംതൃപ്തിയും. ശ്യാം ഓരോരുത്തർക്കു വേണ്ടിയും എല്ലാവർക്കു വേണ്ടിയും ഉള്ളതാണെന്ന് ഗോപികമാർ തിരിച്ചറിഞ്ഞു. ഈ അത്ഭുത ദൃശ്യം കാണുന്നതിനായി പക്ഷികളും മൃഗങ്ങളും മന്ത്രശക്തിയാൽ എന്ന പോലെ മോഹിതരായി ഒത്തുകൂടി. തങ്ങൾക്കിടയിലെ വേട്ടക്കാരും ഇരകളും ആരായിരുന്നു, ഇണയും എതിരാളിയും ആരായിരുന്നു എന്നവർ മറന്നുപോയിരുന്നു.
നൃത്തം ചെയ്യുന്ന ഓരോ ഗോപികയ്ക്ക് വേണ്ടിയും ശ്യാം പ്രത്യേകം മധുര സംഗീതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ കീരി മൂർഖൻ പാമ്പിൻ്റെ പത്തിക്ക് മുകളിൽ കയറിയിരുന്നു. കടുവ മാനിനെ നക്കി തുടച്ചുകൊണ്ടിരുന്നു. മാൻ തിരിച്ച് കടുവയെയും. പ്രചാരം സിദ്ധിച്ച പുരാവൃത്ത പഠനത്തിൽ യോഗമായാദേവി നൃത്തത്തിനിടെ കൃഷ്ണനെ സഹായിക്കുന്നുണ്ട്. അതിനാൽ കൃഷ്ണനെ പ്രണയിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ സംഗീതം കേൾക്കാനാകൂ. അവരുടെ അഭാവം ഗ്രാമത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവർ എണ്ണത്തിൽ ആയിരക്കണക്കിനുണ്ടെങ്കിലും യമുനയ്ക്ക് സമീപമുള്ള ചെറിയ വള്ളിക്കുടിലിൽ അവരെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. നൃത്തമയക്കത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും അതൊരു രാത്രിയാണ് എന്ന് കരുതുന്നു. അവർ പോകുമ്പോൾ അവരുടെ പാദസരങ്ങളുടെ ശബ്ദം അവർക്കും അല്ലെങ്കിൽ ആകാശങ്ങളിൽ ഒത്തുകൂടിയ ദൈവങ്ങൾക്കും മാത്രമേ കേൾക്കുവാൻ കഴിയുന്നുള്ളൂ. സാധാരണയായി കൃഷ്ണനുമായി ബന്ധപ്പെട്ട് പറയുന്നത് 8 ഗോപികമാരാണ്, അഷ്ടസഖി. പിന്നീട് അവൻ വിവാഹിതനാകുമ്പോൾ അവന് 8 ഭാര്യമാരുണ്ട്, അഷ്ടഭാര്യ. വല്ലഭൻ സ്ഥാപിച്ച പുഷ്ടിമാർഗത്തിൽ കൃഷ്ണൻ്റെ 8 ഗോപാലക ചങ്ങാതിമാരെ അഷ്ടസഖ പ്രതിനിധാനം ചെയ്യുന്ന അഷ്ടചാപ് എന്നറിയപ്പെടുന്ന 8 കവികളുണ്ട്. 8 എന്ന സംഖ്യ ക്രമാനുസാരമായി 4 ദിശകളെയും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അവയുടെ മധ്യത്തിലുള്ള 4 ദിശകളെയും വടക്ക് കിഴക്ക് തെക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് പരാമർശിക്കുന്നു. അങ്ങനെ ഈ 8 സ്ത്രീകളും തങ്ങളുടെ വൃത്താകൃതിയിലുള്ള ചക്രവാളം, മണ്ഡലം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 2 സമചതുരങ്ങൾ സമകോണത്തിൽ പരസ്പരം ഛേദിക്കുമ്പോൾ 8 മൂലകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സമ്പൂർണമായ 8 ഇതളുകളുള്ള താമര സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ ഗോപികയ്ക്കും വേണ്ടി കൃഷ്ണൻ സ്വയം എണ്ണത്തിൽ പെരുകുന്ന ആശയം ഹരിവംശത്തിലോ വിഷ്ണു പുരാണത്തിലോ ഇല്ല. പക്ഷേ അത് ഭാഗവത പുരാണത്തിൽ കാണാം. തൻ്റെ 16,100 ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുന്നതിനായി പിന്നീടും കൃഷ്ണൻ ദ്വാരാവതിയിൽ വെച്ച് സ്വയം എണ്ണത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ബ്രഹ്മാവ് വൃന്ദാവനത്തിലെ ഗോപാലകരെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും വൃന്ദാവനത്തിലെ ഓരോ ഗോപാലകൻ്റെയും രൂപം കൈക്കൊണ്ട് കൃഷ്ണൻ സ്വയം എണ്ണത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ കഥകളിലൂടെ കൃഷ്ണൻ്റെ ദൈവത്വം സ്ഥാപിക്കപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം ശ്യാമും രാധയും എന്ന ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.